സമ്മറിൻ്റെ ചൂടും ഇയറിൻ്റെ അവധിയൊക്കെ പ്രമാണിച്ച് ഇന്ന് നമ്മൾ കുറച്ച് തണുപ്പുള്ള ഹില്ലി ഏരിയയിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. യാര റേഞ്ചസ് നാഷണൽ പാർക്കിലുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മെൽബണിലുള്ള റോബർട്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മളിപ്പോൾ സമ്മറായി നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ബീച്ച് സൈഡൊക്കെ വിട്ട് കുറച്ചുകൂടി ഒരു കുന്നും മലയും കാടൊക്കെ ഉള്ള ഏരിയയിലേക്ക് വരാമെന്ന് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ട്. ഇടയ്ക്ക് കുറച്ച് വഴിയൊക്കെ നമ്മുടെ ഇടുക്കിയിലേക്ക് പോലെ തോന്നിയാലും പിന്നെ കുറച്ചുകൂടി ഒരു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന ഒരു കാടിൻ്റെയൊക്കെ ഒരു ടൈപ്പൊക്കെ ഉണ്ട്. ചില ട്വൈലൈറ്റ് മൂവീസ് കണ്ടവർക്ക് മനസ്സിലാവും അവിടുത്തെ ആ ഒരു റെയിൻ ഫോറസ്റ്റ് ടൈപ്പ്, ലോങ് ട്രീസ്, ഫുൾ പച്ചപ്പ്, ഇടയ്ക്കൂടെ മാത്രം സൺലൈറ്റ്, അങ്ങനത്തെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു നാടൻ ഫീലാണ്. പിന്നെ ചെറിയ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു ഒച്ച, അങ്ങനെ ഒരു സെറീൻ സ്ഥലമാണ്. വലിയ മരങ്ങളും ചെറിയ ഇലകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമുക്കിതൊക്കെ ഇങ്ങനെ നടന്ന് കാണാം. ഓക്കെ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ സ്കൈ വോക്കാണ്. ഗ്രൗണ്ടിൽ നിന്ന് 15 മീറ്റേഴ്സ് ഹൈറ്റിലാണ് കേട്ടോ ഇത്. ചുറ്റിനും നല്ല ഹൈറ്റുള്ള മരങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ കുറ്റിച്ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. 400 വർഷത്തോളം പഴക്കമുള്ള മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഈ മരത്തിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കി താഴേക്ക് നോക്കിയാൽ 100 കണക്കിന് ഇതുപോലത്തെ ഫേൺസും കാണാം. ഇന്ന് വെക്കേഷനും വീക്കെൻഡും ഒരുമിച്ചായതുകൊണ്ട് കുറേ ആൾക്കാരെയൊക്കെ കാണാം കേട്ടോ. നമ്മുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിൽ പോളോ ഉണ്ട്. നമ്മുടെ ഡേ ഔട്ട് ഷോപ്പിംഗ് വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് ആളെ മനസ്സിലായി കാണും. ഫോർ അതേഴ്സ് ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്. നമുക്കിനി ബോർഡ് വാക്കിലൂടെ ഒന്ന് നടക്കാം. സിമൻ ക്രീക്കിന് മുകളിലൂടെ ഈ ഫോൺസും ട്രീസും ഒക്കെ അടുത്ത് കണ്ട് ഇങ്ങനെ നടന്ന ഒരു കുഞ്ഞു വാട്ടർഫോൾ കണ്ട് തിരിച്ചു വരാം കേട്ടോ. ഇവിടെ ആക്ച്വലി കുറേ പക്ഷികളുടെ സൗണ്ടും ആ വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. നമ്മൾ കുറച്ചുകൂടെ നടന്ന് ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും സൺലൈറ്റ് ഒക്കെ കുറഞ്ഞ് കുറേ കൂടെ ഡാർക്കായിട്ടുള്ള ഒരു എന്താ പറയുക, കുറേ കൂടെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് പോലെ ആയിട്ടോ. മെൽബണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് ഡിറക്ഷനിൽ ഒരു 1 hour ഡ്രൈവ് ചെയ്താലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻസിലേക്കാണ് എത്തിപ്പെടുക. കഴിഞ്ഞ വീഡിയോയിൽ പോയ ട്രിപ്പിൽ ഫുൾ ക്ലിഫ്സും ഓഷ്യനും ബീച്ചസൊക്കെ ആയിരുന്നില്ലേ. ഇന്ന് കുന്നും മലയും കാടുകളൊക്കെ ആയിട്ടാണ്. വേറെ ഗാർഡൻസ്, പ്ലെയിൻസ്, ഡെസേർട്ട് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. ഇറ്റ്സ് നൈസ് ടു ഹാവ് ദിസ് വെറൈറ്റി. ഈ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞിലെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ അതിലിതുപോലത്തെ ഭയങ്കര തിക്ക് ഫോറസ്റ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കുള്ളതാണോ അതോ സ്റ്റോറിക്ക് വേണ്ടി അവരാക്കിയതാണോ എന്നൊക്കെ. ചിലർക്ക് ഇതൊക്കെ നിസ്സാര കാര്യമായിരിക്കും, ബട്ട് ഫോർ മീ ഇന്നിങ്ങനെ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ പഴയ കുഞ്ഞുകുട്ടി നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കിയേ. വാട്ടർഫോൾ ഒന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞ് അരുവിയാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഇവിടുന്ന് ഒരു 5 minutes ഡ്രൈവിൽ ഒരു ഒബ്സർവേറ്ററി ടവർ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. വിൻ്ററിലൊക്കെ ഈ വഴി ഫുൾ ഐസായിട്ട് ഭയങ്കര തെന്നലായിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലവും ഫുൾ സ്നോ ആയിട്ട് ആൾക്കാർ അത് കാണാനായിട്ട് ഒരുപാട് വരാറുണ്ട്.
അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. പറഞ്ഞോട്ടെ, സമ്മർ അങ്ങോട്ട് സമ്മർന്നില്ല. നമുക്കിപ്പോ സ്ഥിരമായിട്ട് അബദ്ധം പറ്റുന്നുണ്ട് തോന്നുന്നു. പക്ഷേ ഇന്ന് ഞങ്ങള് ജാക്കറ്റ് വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയിലുണ്ട് ജാക്കറ്റ്. ഇതിന്റെ മേളിലേക്ക് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ കേറി അത്യാവശ്യം നമ്മൾ നല്ല ഹൈറ്റില് എത്തി. ഇത് ഹൈറ്റ് മനസ്സിലാവും. അപ്പൊ ഹൈറ്റിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. ഞാനാണെങ്കിൽ ചൂട് കാരണം ഫ്രോക്കൊക്കെ ഇട്ട് വന്ന് ഭയങ്കര കാറ്റ്. ഈ കാണുന്ന ഏരിയ ഫുള്ള് മഞ്ഞ് മൂടും കേട്ടോ വിൻ്ററിൽ. ഒരുപാട് ആൾക്കാർ ആ ടൈമിൽ ഇങ്ങോട്ട് പിക്നിക്കൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇപ്പോഴും ഇവിടെ കുറച്ച് പേരെയൊക്കെ കാണാം. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ? എല്ലാം ഒരേപോലെ പെയിന്റ് ചെയ്ത് വെച്ച പോലെയുണ്ട്. ഇവിടെ താഴെ നിറയെ വെള്ളയും മഞ്ഞയും പൂക്കളാണ് കേട്ടോ. ഏതായാലും ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയോണ്ട് നമ്മൾ ടൗണിലേക്ക് പോവാണ്. ഇവിടെ അങ്ങനെ ഭയങ്കര ഡെവലപ്ഡ് വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. നല്ലൊരു ക്യൂട്ട് എസ്തെറ്റിക് ടൗൺ. കുറേ കുട്ടി കുട്ടി ഷോപ്സൊക്കെ ആയിട്ട്. മിക്കത് ഈവനിങ് ഓപ്പൺ ആവുള്ളൂ. സോ നമ്മൾ ഉള്ള ഓപ്ഷൻസിൽ നിന്ന് ലിറ്റിൽ ജോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. And we ordered iced chocolate milkshake, calamari fry, hot chocolate, mushroom pizza, chicken Caesar salad. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വി ആർ ഗോയിങ് ടു റെഡ്വുഡ് ഫോറസ്റ്റ്. ആദ്യം എത്തിയപ്പോൾ ഇത് വാഗമണിലൊക്കെ കാണുന്ന പൈൻ ഫോറസ്റ്റ് പോലെ തോന്നിയേ. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് ഫീൽ. മരങ്ങളൊക്കെ ആകാശം മുട്ടി നിൽക്കുക എന്ന് തോന്നുന്ന അത്രയും ഹൈറ്റ്. അകത്തേക്ക് പോകും തോറും സൺലൈറ്റ് കുറഞ്ഞ് ഭയങ്കര ഒരു മൂടി എഫക്റ്റ് പോലെയൊക്കെ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ സൈഡിലൂടെ ഒരു കുഞ്ഞു പുഴ ഒഴുകുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് ആ പുഴയുടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാം. സൈഡിൽ നിറയെ ഫേൺസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അരവിയുടെ ഷൂവിന് മാത്രം നല്ല ഗ്രിപ്പായതുകൊണ്ട് ആൾ അക്കരെ വരെ നടന്നു പോയി. ഇവിടുത്തെ കാടുകളിലൊന്നും പിന്നെ അങ്ങനെ വലിയ ആനിമൽസ് ഇല്ലാത്തതുകൊണ്ട് പേടിക്കാനില്ല. ഞങ്ങളിവിടെ പുഴയുടെ ഭംഗിയും കണ്ട് നിൽക്കുവാണ് കേട്ടോ. പോയ പോലെ ആൾ തിരിച്ചു വരുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായില്ല. ഈ കാടിൻ്റെ ചില ഭാഗത്തൊക്കെ ഇതുപോലെ വെയിൽ തീരെ എത്താതെ കണ്ടാൽ നമുക്ക് സന്ധ്യയായും തോന്നും. എന്നാൽ മരങ്ങളുടെ ഹൈറ്റ് കുറഞ്ഞെടുത്ത് ഇതുപോലെ വെയിലും ഉണ്ട്.
നല്ലൊരു സിനിമാറ്റിക് ഫ്രെയിമാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ വെറുതെ ഡാൻസ് കളിക്കുക കേട്ടോ. ഇതിവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ കണ്ടതാണ്. എന്താ ലുക്ക്. സോ ഓൺ ദി വേ ബാക്ക് ഇവിടെ കുറേ മുന്തിരിത്തോട്ടവും വൈനറീസൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു. തോട്ടത്തിൽ ഇനി കയറാൻ പറ്റില്ല, വൈകുന്നേരമായി. സോ ഒരു വൈനറി പോയി ഫുഡ് കഴിക്കാനും വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് പ്ലാൻ. സാധാരണ ചാടി കയറി ഓർഡർ ചെയ്യുന്ന അരവി ഇന്ന് മെനു കണ്ട് ഒന്നും മനസ്സിലാവാതെ സ്റ്റക്കായി കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വൈൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നോൺ ആൽക്കഹോളിക് വൈൻസും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞാനും പോളും ഓരോ വൈൻ പറഞ്ഞു. ഇതിന് ഭയങ്കര ഫ്ലോറൽ സ്മെല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മുന്തിരിയുടെയൊക്കെ ഒരു മണമായിരിക്കുന്നതായിരുന്നു. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. അരവി ഇപ്പോഴും മെനു തിരിച്ചും മറിച്ചും നോക്കുക. ഇനി ഇത് ബൈഹാർട്ട് ആക്കുവാണോ? അങ്ങനെ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവർ രണ്ടാളും എന്തോ ഒരു ലാം സ്റ്റേക്ക് പോലത്തെ എന്തോ ഓർഡർ ചെയ്തു കേട്ടോ. രണ്ടാളും എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല എന്ന് എക്സ്പ്രഷനിൽ നിന്ന് അറിയാം. ഞാനൊരു സ്ട്രോബെറി ഡെസേർട്ടാണ് കേട്ടോ പറഞ്ഞത്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ സംഭവം അത്ര സ്വീറ്റ് അല്ല, ഇത് യോഗേർട്ടാണ്. സോ ആ ഒരു പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടമായി. അതിലവർ നല്ലപോലെ സ്ട്രോബെറി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ പിസ്ത ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. ഇതൊരു ഷോർട്ട് ബട്ട് ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.